സക്സസ്ഫുൾ പീപ്പിൾ എപ്പോഴും എനർജറ്റിക് ആയിരിക്കും. അവരുടെ ഹൈ എനർജി ലെവലാണ് അവരിലേക്ക് വിജയത്തിനെ അഥവാ സക്സസ്സിനെ ആകർഷിക്കുന്നത് തന്നെ. ആ എനർജി ലെവൽ കീപ്പ് ചെയ്യുന്നിടത്തോളം അവരുടെ സക്സസ്സിന് യാതൊരു കുറവും ഉണ്ടാവില്ല. എന്നും എത്ര കൂടുതൽ എനർജി കൂടിക്കൊണ്ടിരിക്കുന്നോ അത്രയും സക്സസ്സും അവർക്ക് കിട്ടുന്നത് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ എനർജി ലെവൽ കീപ്പ് ചെയ്യാനായി വിജയികളായ ആളുകൾ സ്വന്തമാക്കിയിരിക്കുന്ന 6 സ്വഭാവങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സാധാരണ പൈപ്പിൽ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം കിട്ടുന്നത് ബ്ലോക്കായി പോകും. പൈപ്പിൽ എന്തെങ്കിലും കരട് തടയുകയാണെങ്കിൽ വെള്ളം പിന്നെ വരില്ല. ഹാർട്ടിൻ്റെ ആർട്ടറിക്ക് ബ്ലോക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പറയും ഹാർട്ടിന് ബ്ലോക്കായി, അതിന് വേറെ ട്രീറ്റ്മെൻറ്റിന് പോകേണ്ടി വരും. ഇതേപോലെ നമ്മുടെ മനസ്സിൻ്റെ വിചാരങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്ക് വരികയാണെങ്കിൽ നമ്മളിലേക്ക് കിട്ടുന്ന എനർജി ലെവൽ, ആ എനർജിയുടെ ഒഴുക്കിന് ബ്ലോക്ക് ഉണ്ടാവും. അതുകൊണ്ട് മനസ്സിൻ്റെ വിചാരങ്ങളെ ക്ലീൻ ആക്കുക എന്നുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്, ക്ലിയർ യുവർ ബ്ലോക്കേജസ്. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ബ്ലോക്കുകളുണ്ടോ, നമ്മുടെ തലയിൽ നമ്മുടെ മനസ്സിൽ നമുക്കുണ്ടാക്കുന്ന ബ്ലോക്കുകളെ അതിനെ റിമൂവ് ചെയ്യണം. സാധാരണ മിക്കവാറും പേരുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അവനവനെ കുറ്റം പറഞ്ഞവരെ മറക്കാൻ കഴിയില്ല. അതുപോലെ നമ്മൾ സ്നേഹിക്കുന്നവരെയും നമുക്ക് മറക്കാൻ കഴിയില്ല. ഈ 2 കൂട്ടരെയാണ് നമുക്ക് മറക്കാൻ കഴിയാത്തത്. സ്നേഹിക്കുന്നവരെ മറക്കുന്നില്ല, അതൊരു യാതൊരു പ്രോബ്ലവും ഇല്ല, അവരുടെ ഓർമ്മ നമുക്ക് വന്നുകൊണ്ടിരിക്കും. പക്ഷേ അതേപോലെ തന്നെയാണ് നമ്മൾ ഉപദ്രവിച്ചവർ. ചില ആളുകൾ അങ്ങനെയാണ്, ചിലപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടാവും, തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബാധ്യതകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള വ്യക്തികളെയും നമുക്ക് മറക്കാൻ വളരെ പ്രയാസമാണ്. അവരുടെ ഓർമ്മ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. എപ്പോഴൊക്കെ അവരുടെ ഓർമ്മ വരുന്നോ നമ്മുടെ മൂഡും ശരിയല്ലാണ്ടാവും. ഇനി അവരുടെ ഓർമ്മ ഒരിക്കലും സുഖകരമായിരിക്കില്ല. ചിലർ പറയും എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, അവരോട് മറക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ അവരുടെ ഓർമ്മ എനിക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ എനർജി ലെവൽ ലോ ആവും. വേറെ ചിലർ പറയും ഞാനവരൊക്കെ മറന്നുപോയി, ഇപ്പോൾ എനിക്ക് അവരെ യാതൊരു ഓർമ്മയും ഇല്ല. പക്ഷേ അവരുടെ ചിത്തത്തിൻ്റെ ഉള്ളിൽ അവരെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവരുടെ മൂഡിൽ ആ എനർജി ലെവൽ ഹൈ ആക്കാൻ അവർക്ക് സാധിക്കില്ല. എപ്പോൾ നമ്മുടെ മൂഡിൽ അഥവാ നമ്മുടെ സങ്കല്പത്തിൻ്റെ ഉള്ളിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ, ചിത്തത്തിൻ്റെ ഉള്ളിൽ, തോട്ട് എനർജിയിൽ അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മളെ ഉപദ്രവിച്ചവരുടെ സ്മൃതികളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ സങ്കടത്തിൻ്റെ സ്മൃതികളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ക്രിയേറ്റിവിറ്റീനെ അത് ബാധിക്കും. അത് നമുക്ക് നമ്മളെ യാത്രയിൽ സഹായിക്കുന്ന ആ പോസിറ്റീവ് എനർജീനെ ഒരുപാട് കുറയ്ക്കും, പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നതിൽ തടസ്സം ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ആ ഒരു എനർജീനെ നിലനിർത്താൻ, എനർജിക്ക് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ബ്ലോക്കിനെ റിമൂവ് ചെയ്യാൻ ഒരു FF മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതൊരു കാര്യവും നമുക്ക് മറക്കണം എന്ന് ആഗ്രഹിച്ചാലും പലതും മറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് മറക്കാത്തത്. പക്ഷേ ഈ FF മെത്തേഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മറക്കാൻ സാധിക്കും. എന്താണ് ഈ FF മെത്തേഡ്? ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ്. ആദ്യം നമ്മൾ അവരോട് ക്ഷമിക്കണം, പിന്നെ നമ്മൾ മറക്കണം. ഒരു കാര്യം നമ്മൾ ഒരാളോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് മറന്നു പോയില്ലെങ്കിലും അതിൻ്റെ തീഷ്ണത, അത് നമ്മളുണ്ടാക്കുന്ന വൈകാരിക ഭാവങ്ങൾ, ഫീലിങ്സ് അതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ആരൊക്കെ നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടോ അവരൊക്കെ, അഥവാ നമുക്ക് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടോ അവരോട് എല്ലാവരോടും നമ്മൾ ക്ഷമിക്കണം. ക്ഷമിക്കുന്നതോടുകൂടി നമുക്ക് അവരോട് മറക്കാനും സാധിക്കും. എപ്പോൾ നമ്മൾ അവരോട് ക്ഷമിച്ച് മറക്കുന്നോ അവർ മൂലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഉപദ്രവിച്ച് അവരതെല്ലാം മറന്നുകൊണ്ട് വളരെ ഹാപ്പിയായി ജീവിക്കുന്നുണ്ടാവും. നമ്മളാണെങ്കിൽ അവർ ഉപദ്രവിച്ചു എന്നും പറഞ്ഞ് ഓർത്തിരുന്ന് BP, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരം ശാരീരികമായും ഒപ്പം തന്നെ നമ്മൾക്കുണ്ടാകുന്ന എനർജീനെയും ബാധിക്കുന്ന അവരുടെ ഓർമ്മകളെ ഇല്ലാതാക്കാൻ, അത്തരം ഓർമ്മകളെ, ആ ബ്ലോക്കുകളെ ക്ലിയർ ചെയ്യാൻ FF മെത്തേഡ് ഉപയോഗിക്കുക, അതായത് ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ്. രണ്ടാമത് വിജയികളായ ആളുകൾ സ്വന്തമാക്കിയിരിക്കുന്ന സ്വഭാവമാണ് ഹാവ് എ മ്യൂസിക്കൽ ഡിവൈൻ ഡയറ്റ്. നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് നമ്മളിലേക്ക് ഊർജ്ജമായിട്ട് മാറുന്നത്. അപ്പോൾ കഴിക്കുന്ന ആഹാരം, സാധാരണ എല്ലാവരും ആഹാരം കഴിക്കുന്ന സമയത്ത് ചിലർ നിശബ്ദമായിരുന്നു കഴിക്കും, അധികം പേരും TV-യുടെ മുന്നിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടോ അങ്ങനെയൊക്കെ ആഹാരം കഴിക്കുന്നുണ്ടാവുക. ഒരു വലിയ രഹസ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം എന്ത് സങ്കല്പത്തിലൂടെയാണോ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കണ്ടും കേട്ടുമാണോ ആ അന്തരീക്ഷത്തിലാണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ആ അന്തരീക്ഷത്തിൻ്റെ അത്തരം ഊർജ്ജങ്ങളെ, സങ്കല്പധാരകളെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെ നമുക്ക് തരുന്ന ഊർജ്ജദായിനിയാക്കാൻ വേണ്ടി, ഡബിൾ ഊർജ്ജദായിനിയാക്കാൻ വേണ്ടി അത് കഴിക്കുന്നതിനേക്കാൾ മുന്നേ ആദ്യം 1 മിനിറ്റ് സമയം ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന ദിവ്യമായിരിക്കുന്ന ഒരു പ്രസാദമാണിത് സങ്കല്പിച്ചുകൊണ്ട്
ഈശ്വരൻ്റെ ശക്തിയായ സ്നേഹവും ആ പവിത്രതയും അതിൻ്റെ ഉള്ളിൽ നിറയുന്നു. അങ്ങനെ ഈശ്വരൻ്റെ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്നു, സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നെല്ലാം സങ്കല്പിച്ച് ഈശ്വരന് സമർപ്പിച്ചതിന് ശേഷം ആ ആഹാരം സ്വീകരിക്കുക. ഒപ്പം തന്നെ വളരെ വളരെ നമുക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും ഒരു പാട്ടിട്ടിട്ട് ആഹാരം കഴിക്കുക. നല്ല സന്തോഷമുള്ള പാട്ട് കേട്ടുകൊണ്ട് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയും പാട്ടും ഒന്നിച്ചു ചേർന്ന സമയത്ത് അതൊരു ഉത്സവം പോലെ നമുക്ക് ആഹാരം കഴിക്കുന്ന സമയം അനുഭവിക്കാൻ കഴിയും. മാത്രമല്ല ആ ആഹാരം, ആ ഊർജം നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ മനസ്സിലേക്കും പ്രദാനം ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ആഹാരം കഴിക്കുമ്പോൾ മൂടിയായിട്ട് ആഹാരം കഴിക്കരുത്. വേറെ ടി വിയോ മറ്റ് നമ്മുടെ എനർജി ലൂസ് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് ആഹാരം കഴിക്കരുത്. എനർജി നമ്മൾ നിറയ്ക്കുന്ന നല്ല നല്ല പാട്ടുകൾ കേട്ടുകൊണ്ട് നിങ്ങൾ ആഹാരം കഴിക്കണം. മൂന്നാമതായി വിജയികളായ ആളുകൾ ചെയ്യുന്നൊരു മൂന്നാമത്തെ സ്വഭാവമാണ് ക്രിയേറ്റ് എ ഹെൽത്തി റിലേഷൻഷിപ്പ് വാട്ട് യു വാണ്ട്. അതായത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങളുമായി ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഏതൊരു വസ്തുവിനോടാണോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോടാണോ നമുക്കൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉള്ളത്, അവർ മാത്രമേ പതുക്കെ പതുക്കെ നമ്മുടെ സ്വന്തമാവുള്ളൂ. അതുകൊണ്ട് അതൊരു വസ്തുവാണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും നമ്മൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം അതിനോടൊരു ഹെൽത്തി ആയ റിലേഷൻഷിപ്പ് ഉണ്ടാകണം. പൊതുവേ പൈസയെക്കുറിച്ചൊരു ധാരണയുണ്ട്. കാരണം പൈസക്കാരൊക്കെ മോശം സ്വഭാവം ചെയ്യും, പൈസക്കാരൊക്കെ വലിയ പത്രാസുകാരാണ്, പൈസക്കാരൊക്കെ തോന്നിവാസം ചെയ്യും, പൈസ ഉണ്ടാക്കുന്നത് മോശമായ രീതിയിലൂടെയാണ്, ഇങ്ങനെയൊക്കെ സാധാരണ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ പൈസ ഇല്ലാതെ ജീവിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? പൈസ എന്നുള്ളത് ജീവിതത്തിന് ഏറ്റവും ആവശ്യമായ സാധനമാണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നുമാണ്. അതുകൊണ്ട് തന്നെ പൈസ ഒരിക്കലും മോശമല്ല. പക്ഷേ പൈസയോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പൈസ സമ്പാദിക്കുന്ന മാർഗം എന്തെങ്കിലും മോശമായിരിക്കാം. അല്ലാതെ പൈസ ഒരിക്കലും മോശമല്ല. എല്ലാവരും മോശമായ മാർഗത്തിലൂടെ പൈസ സമ്പാദിക്കുന്നുമില്ല. എല്ലാ പൈസക്കാരും മോശമല്ല. നല്ലവരായിട്ടുള്ളവരും മോശമായവരും പൈസക്കാരിലും ഉണ്ട്, പൈസ ഇല്ലാത്തവരിലും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ലേബലൈസ് ചെയ്യരുത്. പൈസ ഉള്ളവരോടും നമ്മൾ വെറുക്കരുത്, പൈസയോടും വെറുക്കരുത്. പൈസ നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ അത് ഉള്ളവരോടും നമുക്ക് ആ സ്നേഹം കീപ്പ് ചെയ്യണം. അതുപോലെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുത്തവർ, നേട്ടങ്ങളിലൂടെയാണല്ലോ പൈസ സ്വന്തമാക്കാൻ സാധിക്കുന്നത്. അപ്പം നേടിയെടുത്തവരെ എപ്പോഴും നമ്മളൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യണം. അങ്ങനെ നേട്ടങ്ങളിൽ ഉയർച്ചകളിൽ പോകുന്നവരെ ഒന്ന് അഭിനന്ദിക്കാൻ, ഒരു അപ്രിഷ്യേറ്റ് ചെയ്യാൻ, അവരെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് തയ്യാറാകുമ്പോൾ അവരുമായുള്ള സംബന്ധം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അഥവാ നല്ലൊരു സംബന്ധം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരോടും നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എല്ലാവരോടും കീപ്പ് ചെയ്യണം. അതിന് പറ്റിയ ബെസ്റ്റ് മെത്തേഡാണ് എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഗുണം നമ്മൾ സ്വന്തമാക്കണം. ഇനി നാലാമതായി ചെയ്യുന്ന ഒരു വണ്ടർഫുള്ളായ അവരുടെ ഒരു ക്യാരക്ടറാണ്, ഒരു ഹാബിറ്റാണ് ചൂസ് റെസ്പോൺസ് റേദർ ദാൻ റിയാക്ഷൻസ്. ഒരു കാര്യത്തിനോട് മറുപടി പറയുക അല്ലെങ്കിൽ പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ എന്താ, ഒരു കാര്യം നമുക്ക് കേട്ടു ഉടനടി പ്രതികരിച്ചു, ഇമോഷണലി ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയതുപോലെ ഒരു നിമിഷം ചിന്തിക്കുക പോലും ചെയ്യില്ല. ചിലപ്പോൾ പലതും ഭയങ്കര ഷാർപ്പായിരിക്കും. ആ സമയം റെസ്പോണ്ട് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മറുപടി പറയുക. അതായത് ഒരു മിനിറ്റ് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് അതിനോട് മറുപടി പറയുക. കാര്യങ്ങൾക്ക് എന്താണോ അതിനു വേണ്ട ഉത്തരം നൽകുക. അപ്പോൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബുദ്ധിക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബുദ്ധിക്ക് കൂടി അവിടെ പ്രവർത്തിക്കാൻ സാധിക്കും. ഒരു കാര്യം പറയുന്നേക്കാൾ മുന്നേ നമ്മുടെ ബുദ്ധി അവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ, വിവേകം വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ കാര്യം ഏറ്റവും ഉത്തമമായിട്ടായിരിക്കും നമ്മൾ അതിനു വേണ്ട മറുപടി കൊടുക്കുക. ഒരു സെക്കൻഡ് ചിന്തിക്കാതെ പറയുന്നത് കൊണ്ട് ജീവിതത്തിൽ പലർക്കും വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ സംബന്ധങ്ങൾ ഒലഞ്ഞു പോയെന്ന് വരാം, ചിലപ്പോൾ ധനനഷ്ടം ഉണ്ടായെന്ന് വരാം, ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നഷ്ടമായെന്ന് വരാം. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉത്തരം പറയുന്നതിനേക്കാൾ മുന്നേ ഒരു സെക്കൻഡെങ്കിലും ഒന്ന് നിർത്തി നമ്മുടെ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ച് അതിന് മറുപടി പറയുന്ന രീതി ഒന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പലപ്പോഴും ജയിലുകളിലൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് എത്രയോ ആളുകളുടെ സങ്കടം, അത്രയും തൊരാത്ത കണ്ണീര് കാണുന്നുണ്ട്. കാരണം ഒരു മിനിറ്റെങ്കിലും എനിക്ക് ഒരു 2 സെക്കൻഡെങ്കിലും ഒന്ന് നിന്നിട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ ദുഃഖം നിറഞ്ഞ ലോകത്ത് എനിക്ക് ജീവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് പാശ്ചാത്താപത്തിൻ്റെ അഗ്നിയിൽ എരിയുന്ന എത്ര സഹോദരന്മാരെയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും എന്തൊരു കാര്യത്തിനും മറുപടി നമുക്ക് പറയാം. അത് അല്പം നിന്ന് ഒരു സെക്കൻഡ് ചിന്തിച്ച് നമ്മുടെ ബുദ്ധിയെ കൂടി ഉപയോഗിച്ച് ഉത്തരം പറയുകയാണെങ്കിൽ പലപ്പോഴും വലിയ വലിയ ഡീലുകൾ പോലും സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് സെറ്റാക്കാൻ, നമ്മുടെ ഒരു വാക്ക് കൊണ്ട്, ഒരു ചെറിയ മറുപടി കൊണ്ട് നമുക്ക് സെറ്റാക്കാൻ സാധിക്കും. അതുകൊണ്ട് റിയാക്ട് ചെയ്യരുത്, പകരം റെസ്പോണ്ട് ചെയ്യണം. ഇനി അഞ്ചാമതായി ചെയ്യുന്ന ഒരു വിശേഷമായ സ്വഭാവമാണ് സ്റ്റേ അവേ ഫ്രം ദ എനർജി ലൂസേഴ്സ്. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ എനർജി ലൂസ് ചെയ്യുന്നവരാണ്. എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നവരല്ല.
ABC എന്ന ഓർഡറിൽ ആ 3 പേരെയും നമുക്ക് കാണാം. എ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏങ്കർ, ദേഷ്യമില്ലാത്ത മനുഷ്യന്മാർ കുറവാണ്. പക്ഷേ എല്ലാ നേരവും ദേഷ്യപ്പെട്ടുകൊണ്ടേയിരുന്നാലോ, എന്ത് ചോദിച്ചാലും ദേഷ്യം, എന്ത് മറുപടി പറഞ്ഞാലും ദേഷ്യം, എന്ത് എടുത്താലും ദേഷ്യം, കൊടുത്താലും ദേഷ്യം, എല്ലാത്തിനും ദേഷ്യപ്പെടുന്നവരുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് നമുക്ക് റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എപ്പോഴും ദേഷ്യപ്പെടുന്ന ആളുകളാണെങ്കിൽ അവരിൽ നിന്ന് ഒരടി ദൂരം കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ബി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ബ്ലെയിം ഗെയിം. ചിലവരുടെ സ്വഭാവം അങ്ങനെയല്ല, അവരെപ്പോഴും പെർഫെക്റ്റാണ്. കുറ്റം മുഴുവൻ ആരാ? മറ്റുള്ളവരാ. ഇവർ കുറ്റമാണ്, അവർ കുറ്റക്കാരാ, ഇങ്ങനെയുള്ള കുറ്റക്കാരാ, ഇങ്ങനെ എല്ലാ സമയവും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ. ഈ വിജയികളായ ആളുകൾ അത്തരം ആളുകളിൽ നിന്ന് എപ്പോഴും കുറച്ച് ദൂരം കീപ്പ് ചെയ്യും. നമുക്കും വിജയത്തിലേക്ക് പോകാൻ അത്തരം ആളുകളിൽ നിന്ന് അല്പം ദൂരം കീപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. സി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിറ്റിസിസം. ക്രിട്ടിസൈസ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ തൊടുന്നതിന് മുഴുവൻ ക്രിട്ടിസൈസ് ചെയ്യുന്ന ചില ആളുകളുണ്ടാവും. നമ്മളൊരു വീട് വെച്ചാൽ അതിനും ഉണ്ടാവും കുഴപ്പം, ഒരു വണ്ടി വാങ്ങിയാൽ അതിനും ഉണ്ടാവും കുഴപ്പം, നിങ്ങളൊരു ഡ്രസ്സ് വാങ്ങിയാൽ അതിനും ഉണ്ടായിരിക്കും, ഒരു ആഹാരം ഉണ്ടാക്കിയാൽ അതിനും കുഴപ്പമായിരിക്കും. എന്ത് ചെയ്താലും എല്ലാത്തിലും നന്മ അവർ കാണില്ല, അതിലൊരു കുറവ് കണ്ടുകൊണ്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന സ്വഭാവക്കാരായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ എനർജി എപ്പോഴും ലൂസ് ചെയ്യുന്നവരാണ്. അവരിൽ നിന്ന് കുറച്ച് ദൂരം കീപ്പ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും നല്ലതായിരിക്കും. ഇനി ഏറ്റവും അവസാനത്തത് 6-മത്തേതെന്ന് പറയുന്നത്, പക്ഷേ ഇത് ഏറ്റവും ഉയർന്നതാണ്. അത് എപ്പോഴൊന്ന് പുഞ്ചിരിക്കുക, ഒരു സ്മൈൽ, ഒരു പുഞ്ചിരി പാസ്സാക്കുക. ചിരിക്കുന്ന സമയത്ത് നമ്മളിൽ നിന്നുണ്ടാകുന്ന എനർജി അന്തരീക്ഷത്തിനെ വളരെ ചാർജ് ചെയ്യും. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ ചിരിച്ചുകൊണ്ട് നമ്മൾ റിസീവ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കയറി വരാൻ സന്തോഷം തോന്നും. ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ കസ്റ്റമേഴ്സ് വാങ്ങണില്ല എന്ന് വിചാരിച്ചവർ പോലും ഒന്ന് കയറി സംസാരിച്ച് ചിലപ്പോൾ സാധനം വാങ്ങിയിട്ട് പോയി എന്ന് വരാം. ഒരു ടീച്ചറാണെങ്കിൽ ചിരിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിയും ടീച്ചറും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി സ്ട്രോങ് ആകും. ഒരു ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് ഡോക്ടർ പേഷ്യൻറ്റിനോട് സംസാരിച്ചാൽ പേഷ്യൻറ്റിൻ്റെ രോഗം 50% അവിടെ കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് സ്മൈൽ എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അലങ്കാരമാണ്. സ്മൈൽ, ഇറ്റ് ഈസ് ദ കീ ദാറ്റ് ഈസ് ഫിറ്റ് ഫോർ എവരിബഡീസ് ഹാർട്ട്. എല്ലാവരുടെ ഹൃദയം തുറക്കാൻ പറ്റിയ ഒരുപോലെ സ്യൂട്ടായ ഒരു കീയാണ് സ്മൈൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളും എപ്പോഴും എനർജറ്റിക് ആയിരിക്കൂ, പുഞ്ചിരിച്ചു കൊണ്ടിരിക്കൂ. ഇങ്ങനെ ഈ 6 പോയിൻറ്റുകളെയും സ്വന്തമാക്കി ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ പാതയിലേക്ക് യാത്ര ചെയ്യുന്നവരായി നിങ്ങളും തീരട്ടെ. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് മുകളിൽ സെർച്ച് ബാറിൽ BK സ്പേസ് ഷീജ എന്ന് ടൈപ്പ് ചെയ്യണം. തുടർന്ന് സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.